ഈ അധ്യയന വർഷം പൊതുപരീക്ഷ എഴുതുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഗ്രേഡ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക പഠന കേന്ദ്രങ്ങൾ വഴി പഠനമുറികൾ വഴി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ? ഈ വാർഷിക പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ തയ്യാറെടുപ്പുകൾ ഈ കേന്ദ്രങ്ങൾ വഴി എന്തെല്ലാമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയാമോ? മിനിസ്റ്റർ. സർ, നമ്മുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ചോദ്യം എ, സംസ്ഥാനത്ത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം കാര്യക്ഷമമാക്കുന്നതിനായി നിലവിൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, സമൃദ്ധരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹന ധനസഹായം, ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കോളർഷിപ്പ്, വിദ്യാവാഹിനി പദ്ധതി, MRSകൾ, പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ, സ്മാർട്ട് പഠനമുറികൾ, ഗോത്രബന്ധു പദ്ധതി, രക്ഷിതാക്കൾക്കുള്ള പ്രോത്സാഹന ധനസഹായം, സാമൂഹിക പഠനമുറികൾ, ലാപ്ടോപ്പ് വിതരണം, അന്യസംസ്ഥാന പഠന ധനസഹായം, വിദേശ പഠനത്തിലുള്ള ധനസഹായം, സിവിൽ സർവീസ് പരിശീലനം, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സ്, PSC പരിശീലന പരിപാടി, എൻട്രൻസ് കോച്ചിങ്, ട്യൂട്ടോറിയൽ ഗ്രാൻറ്റ്, റെസിഡൻഷ്യൽ കോച്ചിങ് ക്യാമ്പ്, ഗിർവികാസ് പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികൾ നമ്മുടെ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പാക്കി വരുന്നു സാർ. ബി, അനുബന്ധമായിട്ട് നമ്മൾ വിശദമായിട്ട് ഇവിടെ മേശപ്പുറത്ത് വെക്കണം സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും ഈ പഠനമുറികൾ കേന്ദ്രീകരിച്ച് പഠനോത്സവം, അവധിക്കാല പഠനോത്സവം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാം? മിനിസ്റ്റർ. സാർ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിലവിൽ ഈ വകുപ്പിൻ്റെ കീഴിൽ തന്നെ 364 സാമൂഹിക പഠനമുറികളുണ്ട്. ആ സാമൂഹിക പഠനമുറിയിൽ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒന്ന് നടത്തി വരുന്നത്. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലും +1ലും +2ലുമുള്ള കുട്ടികൾക്ക് നമുക്ക് ഹൈസ്കൂൾ +2 തലത്തിൽ തന്നെ പ്രത്യേക ഈ പരീക്ഷ കാലയളവിൽ പ്രത്യേക കോച്ചിങ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുണ്ട്. ഈ വർഷവും നമ്മൾ ആ രീതിയിൽ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കുട്ടികളെ 100% വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് സാർ.